നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലൻ റൈസ് ആണ്. വെർമസെല്ലി റൈസ് എന്ന് പറയും, അല്ലെങ്കിൽ പാസ്ത റൈസ്. പാൻ ഹീറ്റ് ചെയ്യുക. ഇത് നമുക്ക് പാസ്ത ഉണ്ടാക്കാനുള്ള പാസ്ത റൈസ് ഉണ്ടാക്കാനുള്ള പാൻ നമ്മൾ ചൂടാക്കുന്നു. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു. നമുക്ക് ഒലിവ് ഓയിലാണ് ഇതിന് ബെറ്റർ. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ. നമ്മുടെ പാൻ ചൂടായി, പാൻ ഹീറ്റായി, നമ്മൾ ഓയിൽ ഒഴിച്ചു. ഓയിലും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ ഇവിടെ 1 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രോക്കൺ പാസ്തയാണ്, വെർമസെല്ലി. നമ്മുടെ നാട്ടിലെ സേമിയ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാസ്തയാണ്. അപ്പോൾ ഇതുണ്ട് 1 കപ്പ് വെർമസെല്ലി നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു. നല്ല വിത്ത് ഓയിലുമായിട്ട് മിക്സായി നല്ലോണം യോജിച്ചു, നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 കപ്പ് റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ 2 കപ്പ് റൈസ് ഉണ്ട്. ബാസ്മതി റൈസാണ്. നമുക്ക് ബാസ്മതി റൈസ് അല്ലെങ്കിൽ സാധാരണ പൊന്നി റൈസൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പച്ചരിയൊക്കെ ഉപയോഗിച്ചിരുന്നത് കുഴപ്പമില്ല. അപ്പോൾ ബാസ്മതിയാണ് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഈ റൈസ് 2 കപ്പ് അതും കൂടി ഇട്ട് നമുക്കൊന്ന് അപ്പോൾ ഈ റൈസും പാസ്തയും കൂടി നല്ലോണം കമ്പൈൻ ആകണം, നല്ലോണം മിക്സ് ആകണം. നല്ലോണം കമ്പൈൻ ആയിട്ടുണ്ട്, നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പട്ട, ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം, വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പെപ്പർകോൺ, കുരുമുളക് ഒരു 5-6 ഓക്കെ. അതുപോലെ ഇടനയില എന്ന് പറഞ്ഞാൽ ബേ ലീഫ് ഒരു 2 എണ്ണം ഒന്ന് മുറിച്ചിട്ടിടാം. ആ വെള്ളത്തിൽ ഇടുന്നു. ഇതും ഹോട്ടാണ്, ഇതും ഹോട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു. ഓക്കെ, വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് കത്തിച്ചു കൊടുക്കാം. യെസ്, ഇവിടെ ഞാൻ അരി 20 മിനിറ്റ് കുതിർത്തിയിട്ടാണ് എടുത്തേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പുണ്ട്. ആദ്യം പകുതി വെള്ളം ഒഴിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റിമൈനിങ് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. സ്റ്റോക്ക് റൈസിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സിനമൻ്റെയും അതുപോലെ പെപ്പറിൻ്റെയും ബേ ലീഫിൻ്റെയും ഒക്കെ ഫ്ലേവർ നമുക്ക് ഇതിനകത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് റൈസിലേക്ക് ഇട്ടെന്ന് കുഴപ്പമില്ല, അങ്ങനെയും ആഡ് ചെയ്യാം. നമ്മൾ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ബേ ലീഫും അത് ഇട്ടിട്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് അങ്ങനെയും ചെയ്യാം. ഇതൊരു ഈസി മെത്തേഡാണ്. വാട്ടർ അബ്സോർവ് ചെയ്തു. ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാട്ടിൽ ഗീ ഒക്കെ കൊടുക്കുന്ന പോലെ കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ അല്ലെങ്കിൽ ഗീയോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെങ്കിൽ ജസ്റ്റ് പ്ലെയിനായിട്ട് തന്നെ അടച്ചു വെക്കാം. ലിറ്റിൽ ഓയിൽ, or you can roast this in oven also without oil. This is shallow fry. ഇതാകുമ്പോൾ ഇട്ടൊന്ന് പൈനട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ആൽമണ്ട്സോ പിസ്ത എന്തെങ്കിലുമൊക്കെ ഇടാം. ഇനി നട്ട്സ് ഇടാം. ഗോൾഡൻ കളറായപ്പോൾ ഓഫ് ചെയ്തേക്കാം. തീ ഓഫ് ചെയ്യുക. ഓക്കെ, റൈസ് റെഡിയായി. കണ്ടോ, നല്ല സ്റ്റീമി റൈസ്. വാവ്, വരുമ്പോൾ നമുക്കൊരു ഒരു പുതുമ കൊണ്ടുവരിക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിൻ്റെ വേരിയേഷൻസ് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വെർമസെല്ലി ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക്
മറ്റുള്ള പാസ്ത ആഡ് ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽബോ പാസ്ത, അതായത് മക്രോണി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട്. നമുക്ക് ഇനി പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന പൈൻ നട്ട്സ്, അതുപോലെ ഒരു ഐ അപ്പീലിന് വേണ്ടി കുറച്ച് റെഡ് ക്യാപ്സിക്കം അല്ലെങ്കിൽ ടൊമാറ്റോ വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷണലാണ് അതെല്ലാം. ദെൻ കുറച്ച് സിലാന്ത്രോ, അതായത് മല്ലിയില അല്ലെങ്കിൽ പാർസ്ലി ആകാം. ഒരു ടൊമാറ്റോ റോസ് കൂടി. അങ്ങനെ നമ്മുടെ പാസ്ത വെർമസെല്ലി തയ്യാറായി. വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു റൈസാണ്. കണ്ട, നല്ല സ്റ്റീമി ആയിട്ടുള്ള റൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടും വളരെ ക്വിക്കായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കറികളുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റും അക്കമ്പനിമെൻ്റായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഷെഫ് ജോഷി സൈനിങ് ഓഫ്.